അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും ഷഫീഖ് EP എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് താരീഖ്, അഖ്ലാഖ് എന്നീ വിഷയങ്ങളിൽ കഴിഞ്ഞ പൊതുപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം, യോജിപ്പിക്കുക. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ ഉണ്ടാകും. അത് ഓരോന്നിൻ്റെ നേരെ എടുത്തെഴുതുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഉഹദിൽ ശത്രു സൈന്യത്തിൽ ഉൾപ്പെട്ട സ്ത്രീകൾ. അപ്പോൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ആ ഒരു ബ്രാക്കറ്റ് ഒന്ന് വായിച്ച് നോക്കാം. ഔറത്ത്, മുനാഫിഖുകൾ 15, ഹിജറ, ഖൽബ്, മടിക്കരുത് 5. അപ്പോൾ ഉഹദിൽ ശത്രു സൈന്യത്തിൽ ഉൾപ്പെട്ട സ്ത്രീകൾ 15 അപ്പോൾ ആ ഒരു ബ്രാക്കറ്റിൽ നിന്നും 15 എന്ന് എടുത്തെഴുതി കൊടുക്കുക. രണ്ടാമത്തത്, തഖ്വ നിലകൊള്ളുന്ന സ്ഥലമാണ് ഖൽബ്. അപ്പോൾ രണ്ടാമത്തതിനോട് യോജിച്ചത് ഏതാണ്? ഖൽബ് എന്നുള്ളതാണ്. മൂന്നാമത്തത്, നബി തങ്ങൾ പങ്കെടുത്ത യുദ്ധം അസുവത്ത്. അപ്പോൾ അവിടെ അസുവത്ത് എന്ന് എഴുതി കൊടുക്കുക. നാലാമത്തത്, പശ്ചാത്തപിക്കാൻ മടിക്കരുത്. അപ്പോൾ പശ്ചാത്തപിക്കാൻ മടിക്കരുത് എന്നുള്ളതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. അഞ്ചാമത്തത്, ഉഹദിലേക്കുള്ള വഴിയിൽ വെച്ച് മടങ്ങിപ്പോയ 300 പേർ മുനാഫിഖുകൾ. അപ്പോൾ അവരാരാണ്? മുനാഫിഖുകളാണ്. ആറാമത്തത്, സമൂദുകളെ ശിക്ഷിക്കപ്പെട്ട സ്ഥലം ഹിജ്ർ. ഇനി രണ്ടാമത്തെ പ്രവർത്തനം, ഹിജ്റ വർഷവും മാസവും എഴുതുക. അപ്പോൾ താഴെ കുറച്ച് 5ഓളം കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് നടന്ന വർഷവും അതുപോലെ മാസവും എഴുതാനാണ്. ഒന്നാമത്തെ ചോദ്യം, ഖൈബർ യുദ്ധം. ഖൈബർ യുദ്ധം നടന്ന വർഷം ഏതായിരുന്നു? ഹിജ്റ 7, മാസം മുഹറം. അതുപോലെ രണ്ടാമത്തത്, ഉഹദ് യുദ്ധം. ഉഹദ് യുദ്ധം നടന്നത് ഹിജ്റ 3, മാസം ഷവ്വാൽ. ഇനി മൂന്നാമത്തത്, മക്ക വിജയം ഹിജ്റ 8, റമദാൻ മാസം. നാലാമത്തത്, പ്രതിരോധത്തിനുള്ള അനുവാദം. വർഷം എപ്പോഴായിരുന്നു? ഹിജ്റ 2-ാം വർഷമായിരുന്നു. അതുപോലെ മാസം സ്വഫർ മാസമായിരുന്നു. ഇനി അഞ്ചാമത്തത്, ഹജ്ജത്തുൽ വിദാഇന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെട്ടത് ഏത് വർഷമായിരുന്നു? ഹിജ്റ 10-ാം വർഷം. അതുപോലെ ദുൽഖഅദ മാസം. ഇനി മൂന്നാമത്തെ പ്രവർത്തനം, ഉത്തരം എഴുതുക എന്നുള്ളതാണ്. 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ക്ഷമിക്കാനുള്ള അവസരങ്ങളായി നാം കാണണം എന്തിനെയാണ് ക്ഷമിക്കാനുള്ള അവസരമായിട്ട് നമ്മൾ കാണേണ്ടത്? പരീക്ഷണങ്ങളെയും കഷ്ടപ്പാടുകളെയും. അപ്പോൾ പരീക്ഷണങ്ങളെയും കഷ്ടപ്പാടുകളെയും ക്ഷമിക്കാനുള്ള ഒരു അവസരമായിട്ട് നമ്മൾ കാണണം. രണ്ടാമത്തെ ചോദ്യം, മുസ്ലിങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയത് എപ്പോഴായിരുന്നു? ശത്രുക്കളുടെ ക്രൂരതകൾ സഹിക്കാതെ വന്നപ്പോൾ. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത് എന്ത്? ഉത്തരം, എല്ലാ മതവിശ്വാസികൾക്കും തുല്യ പ്രാധാന്യവും സംരക്ഷണവും. അതാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത്. നാലാമത്തത്, ജബലുർ റുമാത്ത് എന്ന പർവ്വതത്തിൽ വിന്യസിപ്പിച്ചു ആരെയായിരുന്നു? അമ്പെയ്ത്തിൽ വിദഗ്ധരായ 50 പേരെ ജബലുർ റുമാത്ത് എന്ന പർവ്വതത്തിൽ വിന്യസിപ്പിച്ചു. ഇനി അഞ്ചാമത്തെ ചോദ്യം, പുരുഷന് സുന്നത്തായ വസ്ത്രങ്ങൾ ഏതെല്ലാം? ഉത്തരം, വെള്ള വസ്ത്രം, തലപ്പാവ്, ഖമീസ്. ഇനി ആറാമത്തെ ചോദ്യമാണ്, മക്കയിൽ നിന്നും ഹുദൈബിയയിലേക്കുള്ള ദൂരം എത്ര? ഉത്തരം, 50 മൈൽ. അപ്പോൾ 50 മൈലാണ് മക്കയിൽ നിന്നും ഹുദൈബിയയിലേക്കുള്ള ദൂരം. ഇനി നാലാമത്തെ പ്രവർത്തനം, ശരി അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ 6ഓളം ചോദ്യങ്ങളും ഓരോന്നിനും 3 ഓപ്ഷൻസും നൽകിയിട്ടുണ്ട്. ശരിയായതിന് നേരെ മാത്രം ശരി അടയാളപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യം, ഖൽബിൻ്റെ അസുഖങ്ങളിൽ പെട്ടതാണ് പരദൂഷണം, കോപം, ഏഷണി. ഏതാണ്? കോപമാണ്. അപ്പോൾ കോപം എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തെ ചോദ്യം, ഖന്തഖിൽ മുസ്ലിം സൈന്യത്തിൻ്റെ എണ്ണം 1000, 2000, 3000
എത്രയായിരുന്നു? 3000 അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. മൂന്നാമത്തെ ചോദ്യം, വൻ പാപങ്ങളിൽപ്പെട്ടത്. വൻ പാപങ്ങളിൽപ്പെട്ടത് ദേഷ്യപ്പെടൽ, വ്യഭിചാരം, ചീത്ത സ്വഭാവം. ഏതാണ്? വ്യഭിചാരം എന്നുള്ളതാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. നാലാമത്തത്, മദീനയുടെയും ഷാമിൻ്റെയും ഇടയിലുള്ള സ്ഥലം. ഉഹദ്, ഖന്തക്ക്, ഖൈബർ. ഏതാണ്? ഖൈബർ എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. അഞ്ചാമത്തത്, മനുഷ്യരെ അല്ലാഹു പരീക്ഷിക്കും. ഭയം കൊണ്ട്, പരദൂഷണം കൊണ്ട്, പൊങ്ങച്ചം കൊണ്ട്. അപ്പോൾ ഭയം കൊണ്ട് എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ആറാമത്തത്, ഉഹദിൽ പതാക വഹിച്ചത് ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ആരായിരുന്നു? മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി അഞ്ചാമത്തെ ഒരു പ്രവർത്തനമാണ് പൂരിപ്പിക്കുക. അപ്പോൾ അത് പൂരിപ്പിച്ച് എഴുതുമ്പോൾ എങ്ങനെ വരും? ലഅല്ലി ല അൽഖാകും ബഅദ ആമി ഹാദാ എന്ന് വരും. രണ്ടാമത്തത്, വഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂഖ എന്ന് വരും. മൂന്നാമത്തത്, വനാഫിഖുൽ കീരി ഇമ്മ അൻ യുഹ്രിഖ സിയാബക വ ഇമ്മ അൻ നജിദ മിൻഹു റീഹൻ ഖബീസതൻ എന്ന് വരും. നാലാമത്തത്, യാ മഅ്ശറൽ മുഹാജിരീന വൽ അൻസ്വാരി ഹലുമു ഇലാ റസൂലില്ലാഹ് എന്ന് വരും. അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് അതിലുള്ള ഹദീസുകളും അറബി വാക്യങ്ങളൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. അപ്പോൾ എങ്കിലേ നമ്മൾക്ക് ടോപ്പ് പ്ലസ് വാങ്ങാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ആറാമത്തെ പ്രവർത്തനം വ്യക്തമാക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തത്, തസ്കിയത്തുൽ ഖുലൂബ്. എന്താണ് തസ്കിയത്തുൽ ഖുലൂബ്? ഉത്തരം, ദുഷിച്ച വിചാരം, വിശ്വാസം, വികാരം എന്നിവയിൽ നിന്ന് ഖൽബിനെ ശുദ്ധിയാക്കൽ. ഇതിനാണ് എന്ത് പറയുക? തസ്കിയത്തുൽ ഖുലൂബ് എന്ന് പറയുക. രണ്ടാമത്തെ ചോദ്യം, ഇസ്ലാമിൻ്റെ ശത്രുക്കളെ സഹായിക്കുകയില്ല എന്ന കരാറിലേർപ്പെട്ട മദീനയിലെ ഗോത്രങ്ങൾ ആരൊക്കെയായിരുന്നു? ബനു ഖൈനുഖാ, ബനു ഖുറൈള, ബനു നളീർ. മൂന്നാമത്തെ ചോദ്യം, കേട്ടതെല്ലാം പറയരുത് എന്തുകൊണ്ട്? ഉത്തരം, അതിൽ കളവ് വന്നു ചേരാൻ ഇടയുള്ളതുകൊണ്ട്. നാലാമത്തെ ചോദ്യം, ആരുടെ നിലപാടാണ് ബദർ യുദ്ധം അനിവാര്യമാക്കിയത്? ഉത്തരം, അബൂ ജഹൽ പോലെയുള്ള ശത്രുക്കളുടെ. ഇനി ഏഴാമത്തെ പ്രവർത്തനമാണ് അവസാനത്തേത്, സാരം എഴുതുക. ഒന്നാമത്തേത്, ഖദ് അഫ്ലഹ മൻ ജക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. അപ്പോൾ അതിൻ്റെ സാരം എങ്ങനെ വരും? നിശ്ചയം ഖൽബിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു, അതിനെ ദോഷങ്ങൾ കൊണ്ട് മൂടിയവൻ പരാജയപ്പെട്ടു. രണ്ടാമത്തത്, ഖാലിഖിൻ നാസ ബി ഖുലുഖിൻ ഹസനിൻ. അർത്ഥം എന്താണ്? മനുഷ്യരോട് നീ സൽ സ്വഭാവത്തിൽ പെരുമാറുക. മൂന്നാമത്തത്, അത്തഖ്വ ഹാഹുന. ഇവിടെയാണ് തഖ്വ. അത്തഖ്വ ഹാഹുന എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് തഖ്വ. നാലാമത്തത്, ഇന്നല്ലാഹ അസ്സ വജൽ യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഅർഗിർ. ഉത്തരം, അതിനർത്ഥം എന്താണ്? റൂഹ് തൊണ്ടക്കുഴിയിൽ എത്താത്ത കാലത്തോളം അടിമയുടെ തൗബ അല്ലാഹു സ്വീകരിക്കും. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.